സുഡാനിലെ നാഷണൽ മ്യൂസിയം കൊള്ളയടിക്കപ്പെട്ടതായി റിപ്പോർട്ട്. മ്യൂസിയത്തിൽ ഉണ്ടായിരുന്ന അതിപുരാതനമായ ചില വസ്തുക്കൾ രാജ്യത്തിന്റെ തെക്കൻ അതിർത്തിയിലൂടെ കടത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സുഡാനിസ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് അതായത് RSF ആണ് കൊള്ളയടിക്കലിന് പിന്നിലെന്നാണ് സൂചന. ഏതൊക്കെ പുരാവസ്തുക്കളാണ് കൊള്ളയടിക്കപ്പെട്ടതെന്നതിൽ വ്യക്തതയില്ലെന്ന് അധികൃതർ അറിയിച്ചു. എന്നാൽ കൊള്ളയടിക്കാൻ മ്യൂസിയത്തിലെ സ്വാഭാവിക ഘടനയും പ്രവർത്തനത്തെയും സാരമായി ബാധിച്ചുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 2024 മുതൽ RSF നിയന്ത്രിത മേഖലയായ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന കാർട്ട് റൂമിലാണ് ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നതെന്നും മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു. സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനെതിരെ SBC രംഗത്തെത്തിയത്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ പ്രകാരം മ്യൂസിയത്തിലെ വസ്തുക്കൾ കയറ്റിക്കൊണ്ടുള്ള ട്രക്കുകൾ സുഡാനിന്റെ തെക്കൻ അതിർത്തിയിലേക്ക് പോയിട്ടുണ്ട്. ഈ ട്രക്കുകൾ മ്യൂസിയത്തിന്റെ സമീപത്ത് നിന്നാണ് യാത്ര തിരിച്ചതെന്നുള്ള തെളിവുകളും ലഭ്യമായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മ്യൂസിയത്തിൽ നിന്ന് കടത്തിയ വസ്തുക്കൾ ഓൺലൈനായും സോഷ്യൽ മീഡിയ വഴിയും വിൽക്കാനും ശ്രമിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ വിൽപ്പന നടന്നിട്ടുണ്ടോ എന്ന് വ്യക്തമല്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. കൊള്ളയടിക്കപ്പെട്ട നാഷണൽ മ്യൂസിയം സുഡാനിലെ ഏറ്റവും വലുതും പഴക്കമുള്ളതുമായ മ്യൂസിയങ്ങളിലൊന്നാണ്. ശിലായുഗം മുതൽ ഇസ്ലാമിക കാലഘട്ടം വരെയുള്ള സുഡാനീസ് ചരിത്രത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കളാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. സുഡാനിൽ ആഭ്യന്തര കലാപം തുടങ്ങിയതിന് പിന്നാലെ 2023 ഏപ്രിലിൽ മ്യൂസിയം കൊള്ളയടിക്കപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കവർച്ചയ്ക്ക് പിന്നിലും RSF ആണെന്നായിരുന്നു പൊതുവെ ഉയർന്ന ആരോപണം. UAEയുടെ പിന്തുണയോടുകൂടിയാണ് രാജ്യത്ത് നിലയുറപ്പിച്ചിട്ടുള്ള അർദ്ധസൈനിക വിഭാഗമായ RSF. സുഡാനീസ് സായുധ സേനയുമായി ചേർന്നാണ് RSF പ്രവർത്തിക്കുന്നത്. എന്നാൽ പ്രസ്തുത റിപ്പോർട്ടുകൾ നിഷേധിച്ച് RSF രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. തങ്ങൾ രാജ്യത്തിന്റെ സുപ്രധാന ഉള്ളടക്കങ്ങൾ സംരക്ഷിക്കാൻ മാത്രമാണ് ചെയ്തതെന്നാണ് RSF പറഞ്ഞത്. അതേസമയം 2023 ഏപ്രിൽ മുതൽ സുഡാനീസ് സൈന്യവും പാരാമിലിറ്ററി റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും അതായത് RSFും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം രൂക്ഷമായതിനു ശേഷം ഏകദേശം 60 ലക്ഷം ആളുകൾ സുഡാനിൽ നിന്ന് ആഭ്യന്തരമായി കുടിയിറക്കപ്പെട്ടിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം സുഡാനിൽ 12,000 പേർ കൊല്ലപ്പെടുകയും 7 ദശലക്ഷം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡാർഫറിൽ മാത്രം കുറഞ്ഞത് 5 ദശലക്ഷം കുട്ടികൾക്ക് അവരുടെ അവകാശങ്ങളും സംരക്ഷണവും നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെന്നും യുണിസെഫും പറയുകയുണ്ടായി. അതേസമയം റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ജനറൽ മുഹമ്മദ് ഹംദാൻ ഡഗാലോ എന്ന മുൻ യുദ്ധപ്രഭുവിനെ അനുകൂലിക്കുന്നവരുമാണ്. 2019 സുഡാന്റെ ഏകാധിപതി ഒമർ അൽ ബഷീറിനെ പുറത്താക്കിയത് മുതലാണ് ഇരു സേനകളും തമ്മിൽ വടംവലി തുടങ്ങുന്നത്. ഇരു സേനകളെയും കരുത്തരാക്കി വളർത്തി അന്യോന്യം മത്സര സ്വഭാവം ഉണ്ടാക്കിയതിൽ ഒമർ അൽ ബഷീറിന് നല്ല പങ്കുമുണ്ട്. റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനെ കരസേനയിൽ ലയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് ഇപ്പോഴത്തെ ആഭ്യന്തര യുദ്ധത്തിന് പ്രധാന കാരണം. റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെ ചരിത്രം ചികഞ്ഞതെന്നാൽ ചോരയിൽ എഴുതിയ ഏടുകളാകും കാണാൻ സാധിക്കുക. ആധുനിക സൈന്യത്തെ അനുസ്മരിപ്പിക്കുന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് യഥാർത്ഥത്തിൽ സുഡാനിലെ ഏറ്റവും അക്രമോത്സുകരായ ഒരു സായുധ വിഭാഗത്തിന്റെ പരിണാമ രൂപമാണ്. ആ സായുധ സേനയുടെ പേരാണ് ജൻജവീദ്. പടിഞ്ഞാറൻ സുഡാനിലെ ഡാർഫറിലാണ് ജൻജവീദ് ഉത്ഭവിച്ചത്. കുതിരപ്പടയാളികൾ എന്നാണ് ഇവർ തങ്ങളെ സ്വയം വിശേഷിപ്പിക്കുന്നത്. പടിഞ്ഞാറൻ സുഡാനിൽ സ്ഥിതി ചെയ്യുന്ന ഡാർഫർ വടക്കൻ തെക്കൻ പടിഞ്ഞാറൻ മേഖലയിലായി തരംതിരിക്കപ്പെട്ടിരിക്കുന്നു. വടക്കൻ ഡാർഫർ ഊഷരഭൂമിയാണ്. ആകെ 70 ലക്ഷം ആളുകൾ ഡാർഫറിൽ ജീവിക്കുന്നു. 80കളിൽ സുഡാനിലുണ്ടായ ആഭ്യന്തര യുദ്ധവും വരൾച്ചയും ക്ഷാമവും തൊട്ടടുത്ത രാജ്യമായ ചാഡിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവുമൊക്കെയാണ് ജൻജവീദിന്റെ ഉയർച്ചയ്ക്ക് വഴിവെച്ചത്. ഡാർഫറിലെ വിവിധ സായുധ സംഘങ്ങളെല്ലാം ജൻജവീദ് എന്ന പൊതുപ്പേരിൽ അറിയപ്പെടുകയായിരുന്നു. 2003 വരെ കൊള്ളയടിക്കുകയും ഒറ്റപ്പെട്ട ആക്രമണങ്ങളും പുലർത്തി വന്ന ജൻജവീദ് 2003 മുതൽ കൂടുതൽ കരുത്തരും സജീവവും ആകാൻ തുടങ്ങി. 3 ലക്ഷത്തോളം പേരുടെ മരണത്തിനിടയാക്കിയ ഡാർഫർ പ്രക്ഷോഭത്തിന് ജൻജവീദ് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. 2013 ജൻജവീദിനെ പാരാമിലിറ്ററി സേനയാക്കി മാറ്റിയ ബാഷിർ ജൻജവീദിന്റെ യുദ്ധപ്രഭുക്കന്മാർക്ക് സൈനിക റാങ്കുകൾ നൽകി. പിന്നീട് ദക്ഷിണ ഡാർഫറിലെ പ്രക്ഷോഭങ്ങൾ അമർച്ച ചെയ്യാനായി ഇവരെ നിയോഗിക്കുകയും ചെയ്തു. അതിനുശേഷം യമനിലേക്കും ലിബിയയിലേക്കും യുദ്ധത്തിന് ഇവരെ നിയോഗിക്കുകയും ചെയ്തു. എന്നാൽ ബാഷിറിനെ പുറത്താക്കുന്നതിൽ സൈന്യവുമായി ജൻജവീദ് അഥവാ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് സഹകരിച്ചു. സൈന്യത്തിനെതിരെ സമാധാനപരമായി പ്രക്ഷോഭം നടത്തിയ 100-ലധികം പേരെ കൊല്ലുകയും മറ്റു ക്രൂരതകൾ ചെയ്യുകയും ചെയ്തു. റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് മേധാവിയായ ജനറൽ ഡഗാലോ സുഡാനിലെ വലിയ ധനികന്മാരിൽ ഒരാളാണ്. അനധികൃത ഖനികളിൽ നിന്നുള്ള സ്വർണ്ണ കയറ്റുമതിയാണ് ഈ സമ്പത്തിന്റെ പിന്നിലെ പ്രധാന സ്രോതസ്. കഴിഞ്ഞ ഏപ്രിൽ തുടങ്ങിയ ആഭ്യന്തര യുദ്ധത്തിന്റെ ഭാഗമായി കുറഞ്ഞത് 15,000 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഔദ്യോഗികമായി കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.